സമീപഭാവിയിൽ അന്യഗ്രഹത്തു നിന്നും ചില അന്യഗ്രഹ ജീവികൾ ഭൂമിയിലേക്ക് വരുന്നു എന്ന് തുടങ്ങുന്ന കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. കാലങ്ങൾക്ക് മുമ്പ്, അതായത് മനുഷ്യർക്ക് മുമ്പ് ഭൂമിയിൽ ചില അന്യഗ്രഹ ജീവികൾ കാലുകുത്തിയിരുന്നു എന്ന കഥകളും നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ മനുഷ്യർക്കിടയിൽ മനുഷ്യരെ പോലെ ചില അന്യഗ്രഹ ജീവികൾ ജീവിക്കുന്നു എന്നൊരു വാദം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അങ്ങനൊന്നുണ്ട്. എന്നാൽ അവരിൽ ചിലർക്ക് അവരുടെ ചരിത്രം പോലും അറിയില്ല. അതായത് അവർ അന്യഗ്രഹ ജീവികളാണ്, അന്യഗ്രഹത്തിൽ നിന്നും വന്നവരാണ് എന്ന് അവർക്ക് തന്നെ അറിയില്ല. ഇനി നിങ്ങളിൽ ചിലരെങ്കിലും അങ്ങനെയുണ്ടോ? അങ്ങനെയെങ്കിൽ നിങ്ങൾക്കും അറിയാം നിങ്ങളിലെ അന്യഗ്രഹ ജീവിയെ കുറിച്ച്. കേറിപ്പോരൻ ചങ്ങായിമാരെ, ബേപ്പൂർ സുൽത്താന്റെ ദുനിയാവിലേക്ക്. അതെ, കേട്ടത് ശരിയാണ്. പുനർജന്മം സത്യമാണ്. നമ്മൾ പഴങ്കഥകളിൽ കേട്ട പുനർജന്മത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്ന വിഷയങ്ങൾ തുറന്ന മനസ്സോടുകൂടി നിങ്ങൾ കേൾക്കണം. അതായത് ഇതുവരെ നിങ്ങൾ കേട്ട് മനസ്സിലാക്കിയ പല കാര്യങ്ങളും മാറ്റിവെച്ച് വേണം ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ കേൾക്കാൻ. ഡയമെൻഷനെ കുറിച്ച് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ ജീവിക്കുന്നത് 3rd ഡയമെൻഷനിലാണ് എന്നാണ് പൊതുവെയുള്ളൊരു വയ്പ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ കാണുന്ന എല്ലാ വസ്തുക്കളും 3rd ഡയമെൻഷനിൽ തന്നെയാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ഇതേ വസ്തുക്കൾക്ക് മറ്റു പല ഡയമെൻഷനിലും മറ്റു പല രൂപങ്ങളാണ് എന്നൊരു സിദ്ധാന്തം കൂടിയുണ്ട്. ഇന്ന് നമ്മൾ കാണുന്ന ഗ്രഹങ്ങളെല്ലാം ഉരുണ്ടതായി കാണുന്നത് നമ്മൾ 3 ഡയമെൻഷനിൽ നിന്ന് കാണുന്നത് കൊണ്ടാണ് എന്നും ഉയർന്ന ഡയമെൻഷനിൽ ഭൂമി പോലും ഉഴുന്നുവട പോലെ ആയേക്കാം എന്നുമൊക്കെ വിശദീകരിക്കപ്പെടുന്നുണ്ട്. പറഞ്ഞു വരുന്ന വിഷയം മറ്റൊന്നുമല്ല, ഇതുപോലെ പല ഡയമെൻഷനുകളിൽ മരണപ്പെടുന്നവർ. മരണം എന്ന വാക്ക് ആപേക്ഷികം മാത്രമാണ്. അതിന് ഒരു ഡയമെൻഷനിൽ നിന്നും മറ്റൊരു ഡയമെൻഷനിലേക്കുള്ള ട്രാൻസിഷൻ എന്നാണ് യഥാർത്ഥത്തിൽ അർത്ഥം. അങ്ങനൊരു വിശ്വാസമുണ്ട്. ഒരു ഡയമെൻഷനിൽ മരണപ്പെടുന്നവർ മറ്റൊരു ഡയമെൻഷനിൽ പുനർജനിക്കുന്നു. അതായത് ഒരു ഡയമെൻഷനിൽ ഒരു നക്ഷത്രത്തിന്റെ ഭാഗമായുള്ള ഗ്രഹത്തിൽ മരണപ്പെടുന്ന ഒരാൾ മറ്റൊരു ഡയമെൻഷനിൽ മറ്റൊരു നക്ഷത്രത്തിന്റെ ഭാഗമായിട്ടുള്ള ഗ്രഹത്തിൽ പുനർജനിക്കുന്നു എന്ന്. അതായത് നമ്മുടെ സൂര്യന്റെ ഭാഗമായിട്ടുള്ള നമ്മുടെ സ്വന്തം ഭൂമിയിൽ ആത്മഹത്യ ചെയ്യുന്ന ഒരാൾ മറ്റൊരു നക്ഷത്രത്തിന്റെ ഭാഗമായിട്ടുള്ള മറ്റൊരു ഗ്രഹത്തിൽ പുനർജനിക്കും എന്ന്. തൊട്ടു മുമ്പേ അങ്ങനൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ വിശദീകരിക്കുന്ന ഒരു കാര്യത്തെ ഈ ഒരു കോൺസെപ്റ്റുമായി നമുക്ക് കണക്ട് ചെയ്യാം. ഇതിനെ സ്റ്റാർ സീഡ് എന്നാണ് പറയുന്നത്. ഇന്ന് നമ്മുടെ സ്വന്തം ഭൂമിയിൽ അങ്ങനൊരു സംഘടനയുണ്ട്. അവർ പറയുന്നു കഴിഞ്ഞ ജന്മത്തിൽ അവർ മറ്റൊരു നക്ഷത്രത്തിന്റെ ഭാഗമായുള്ള ഗ്രഹത്തിൽ ജീവിച്ചിരുന്നു എന്നും അവിടെ മരണപ്പെട്ട് ഇപ്പോൾ ഭൂമിയിൽ പുനർജനിച്ചതാണ് എന്നും അവർ സ്വയം വിശ്വസിക്കുന്നു. അവർ അന്യഗ്രഹ ജീവികളാണ് എന്ന്. അവരെ അവർ വിളിക്കുന്നത് സ്റ്റാർ സീഡ് അല്ലെങ്കിൽ സ്റ്റാർ പീപ്പിൾ എന്നാണ്. അവർ ഭൂമിയിൽ പുനർജനിച്ചത് ഭൂമിയെ പുനർനിർമ്മിക്കാൻ വേണ്ടിയും മനുഷ്യരാശിയെ നന്മയിലേക്ക് നയിക്കാൻ വേണ്ടിയുമാണ് എന്ന് അവർ പറയുന്നു. തങ്ങൾ ഈ ഭൂമിയെ ഒരു സുവർണ ഘട്ടത്തിലേക്ക് എത്തിക്കാനായാണ് ഈ ഭൂമിയിൽ ജന്മം കൊണ്ടത് എന്നാണ് അവർ തന്നെ വിശ്വസിക്കുന്നത്. ഒരു വലിയ കൂട്ടം ഇങ്ങനെ വിശ്വസിക്കുന്നത് വെറും ഭ്രാന്തമായ ചിന്തകൾ കൊണ്ടാണ് എന്ന് ചിലപ്പോൾ നിങ്ങൾ ചിന്തിച്ചേക്കാം. ടിക്ടോക്കിലും യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും എല്ലാം ഇങ്ങനെ സ്വയം ഏലിയനുകളാണ് എന്ന് വിശ്വസിക്കുകയും മറ്റുള്ളവരെ തെളിവുകൾ സഹിതം വിശ്വസിപ്പിക്കുകയും ചെയ്തത് ഏതാണ്ട് 40 ലക്ഷത്തിൽ കൂടുതൽ മനുഷ്യരാണ്. മെഡിറ്റേഷനിലൂടെ സ്വയം പോർട്ട് ചെയ്ത് മറ്റ് ഗാലക്സികളിലേക്ക് ചെല്ലാൻ അവർക്ക് സാധിക്കുമെന്ന് അവർ അവകാശപ്പെടുന്നു. സ്വന്തം ശരീരം ഭൂമിയിൽ അവശേഷിപ്പിച്ച ശേഷം ആസ്ട്രൽ പ്രൊജക്ഷനിലൂടെ മറ്റ് ഗ്രഹങ്ങളിലേക്ക് ചെല്ലാനും അവിടം സന്ദർശിക്കാനും നിമിഷ നേരം കൊണ്ട് അവർക്ക് സാധിക്കുമത്രേ. നമ്മൾ എക്സ്ട്രാ സെൻസറി പെർസെപ്ഷനായി കാണുന്ന ടെലിപ്പതിയെ അവർ വിളിക്കുന്നത് ലൈറ്റ് ലാംഗ്വേജ് എന്നാണ്. ഭൂമിക്ക് പുറത്തുള്ള മറ്റേത് ജീവജാലത്തോടും ലൈറ്റ് ലാംഗ്വേജിലൂടെ സംസാരിക്കാൻ സാധിക്കുമെന്നും അവർ പറയുന്നു. ടെലിപ്പതിയെക്കുറിച്ച് ഇന്നും പൂർണ്ണമായും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. പാരാസൈക്കോളജി അതിനെ ഒരു പഠന വിഷയമായി കണക്കാക്കുന്നുണ്ടെങ്കിലും ശാസ്ത്രം അതിനെ ഒരു സ്യൂഡോ സയൻസ് ആയാണ് കണക്കാക്കുന്നത്. സ്റ്റാർ പീപ്പിൾ പറയുന്ന അനുസരിച്ച് പ്രകാശത്തിലൂടെ ആശയവിനിമയം നടത്താൻ സാധിക്കുന്ന ഒരു രീതിയാണ് ലൈറ്റ് ലാംഗ്വേജ്. ഭാവിയിൽ മനുഷ്യൻ അതിനെ അംഗീകരിക്കുമെന്നും അതുവഴി അന്യഗ്രഹ ജീവികളുമായി ആശയവിനിമയം നടത്തുമെന്നും അവർ പറയുന്നു. ഭൂമിയിൽ എർത്ത് സോൾസ് മാത്രമല്ല, അതായത് ഭൂമിയിൽ തന്നെ ജനിച്ചവരെയാണ് എർത്ത് സോൾസ് എന്ന് പറയുന്നത്. അവർ മാത്രമല്ല, മറ്റൊരു ഗ്രഹത്തിൽ മരണപ്പെട്ട് ഭൂമിയിൽ പുനർജനിച്ച ചിലർ കൂടിയുണ്ട് എന്നാണ് വാദിക്കപ്പെടുന്നത്. എന്നാൽ അതിൽ ബഹുഭൂരിപക്ഷം ആളുകൾക്കും അറിയില്ല നമ്മൾ ഏത് ഗ്രഹത്തിൽ നിന്നുമാണ് പുനർജനിച്ചത് എന്ന്. ഒന്ന് ശ്രമിച്ചാൽ നമുക്കും തിരിച്ചറിയാൻ സാധിക്കും നമ്മൾ ഏത് ഗ്രഹത്തിലായിരുന്നു മരണപ്പെട്ടത് എന്നും എവിടെ നിന്നാണ് നമ്മൾ പുനർജനിച്ചത് എന്നും. പ്ലീഡിയൻ സ്റ്റാർ സീഡ്
ടോറസ് നക്ഷത്ര സമൂഹത്തിന്റെ ഭാഗമായിട്ടുള്ള പ്ലീഡസ് നക്ഷത്രത്തിൽ നിന്നും വന്നവരാണ് ഇവർ എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ സൗഹൃദത്തിലും അത്തരത്തിൽ ഒരാളുണ്ടാകും. എത്ര വലിയ വിഷമം നമുക്കുണ്ടെങ്കിലും ശരി, അയാളൊന്ന് നമ്മുടെ അടുത്ത് വന്നാൽ അല്ലെങ്കിൽ അയാളുടെ മുഖം ഒന്ന് കണ്ടാൽ നമ്മുടെ വിഷമം മുഴുവൻ ഇല്ലാതെയാകും. ഒരൊറ്റ നോട്ടത്തിൽ തന്നെ നിങ്ങളുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ മുഴുവൻ അയാൾക്ക് മനസ്സിലാക്കാനും സാധിക്കും. പെട്ടെന്ന് തന്നെ ഒരു വിഷയത്തെ പഠിക്കാനും ഇന്നർ മീനിങ് മനസ്സിലാക്കാനും ഇവർക്കുള്ള കഴിവ് അവരുടെ പ്രത്യേകതയാണ്. നാച്ചുറൽ ഹീലേഴ്സ് അല്ലെങ്കിൽ മെന്റേഴ്സ് എന്നൊക്കെയാണ് ഇവർ അറിയപ്പെടുന്നത്. സിറിയൻ സ്റ്റാർ സീഡ് കാനിസ് മേജർ എന്ന നക്ഷത്ര സമൂഹത്തിന്റെ ഭാഗമായിട്ടുള്ള സിറിയസ് എ, സിറിയസ് ബി എന്നീ നക്ഷത്രങ്ങളിൽ നിന്നും വന്നവരായാണ് ഇവരെ കണക്കാക്കുന്നത്. വളരെയേറെ കനിവുള്ളവരും ദയാലുക്കളുമായിരിക്കും ഇവർ. അവർക്ക് മൃഗങ്ങളോട് ഭയങ്കര സ്നേഹമായിരിക്കും. മനസ്സുകൊണ്ട് മൃഗങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കുന്നവരാണ് എന്ന് കാണുന്നവർക്ക് തോന്നും വിധമായിരിക്കും അവരുടെ സ്നേഹം. അവർക്കുള്ള മറ്റൊരു പ്രത്യേകതയായി പറയുന്നത് അവരുടെ ശരീരത്തിൽ ഒരുപോലുള്ള 2 മറുകുകൾ കാണാൻ സാധിക്കും. അത് മാത്രമല്ല, ഒരു വിഷയത്തിൽ വളരെയധികം ശക്തമായി ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള അവരുടെ കഴിവ് മറ്റുള്ളവരിൽ നിന്നും അവരെ വ്യത്യസ്തരാക്കുന്നു. ആർക്ടൂറിയൻ സ്റ്റാർ സീഡ് ബൂട്ടസ് എന്ന നക്ഷത്ര സമൂഹത്തിന്റെ ഭാഗമായിട്ടുള്ള ആർക്ടൂറസ് എന്ന നക്ഷത്രത്തിൽ നിന്നുമാണ് ഇവർ വന്നത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ആർക്ടൂറസ് ഒരു റഡ്ജിയന്റ് ആണ് എന്ന് ഓർമ്മിപ്പിക്കും വിധമാണ് ഇവരുടെ ദേഷ്യം. പെട്ടെന്ന് തന്നെ ദേഷ്യപ്പെടുന്നവരും എന്നാൽ പെട്ടെന്ന് തന്നെ അതിനെ ശമിപ്പിക്കാൻ സാധിക്കുന്നവരുമാണ് ആർക്ടൂറിയൻ സ്റ്റാർ സീഡ്സ്. ഇവരുടെ ഒരു പ്രത്യേകതയായി കണക്കാക്കുന്നത് ഇവർക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യം നേടിയെടുക്കുന്നത് വരെ അഹോരാത്രം ശ്രമിക്കാൻ ഇവർക്ക് സാധിക്കും. ഇവരുടെ മറ്റൊരു പ്രത്യേകതയായി കണക്കാക്കുന്ന കാര്യം, ഒരാൾക്കൂട്ടത്തിൽ ഇവർ തനിച്ചായി പോയി എന്നിരിക്കട്ടെ, ഒരിക്കലും അവർ തളർന്നു പോകില്ല. സമ്പൂർണ്ണ ശക്തിയോടുകൂടി അവിടെ നിലനിൽക്കാനേ അവർ ശ്രമിക്കുകയുള്ളൂ. ആൻഡ്രോമഡൻ സ്റ്റാർ സീഡ് ആൻഡ്രോമഡയിൽ നിന്നും വന്നവരാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. പൊതുവെ പുറത്തുള്ളവർക്ക് നോക്കിയാൽ അവരെ ഇൻട്രോവേർട്ടുകളായേ തോന്നുകയുള്ളൂ. ഒരു കൂട്ടം ആളുകൾക്കിടയിൽ അവരുണ്ട് എങ്കിലും അവർക്ക് മറ്റുള്ളവരോട് സംസാരിക്കാൻ താല്പര്യം ഉണ്ടാവില്ല. പക്ഷേ വളരെയധികം സ്നേഹത്തോടു കൂടിയാണ് അവർ മറ്റുള്ളവരോട് പെരുമാറുക. ഒരു വിഷയം അവർക്ക് കിട്ടിയാൽ അത് മനസ്സിലാക്കാൻ ഏതറ്റം വരെയും അവർ പോകും. പഠിക്കാനുള്ള താല്പര്യം വളരെയധികം കൂടുതലുമായിരിക്കും. ഓറിയോൺ സ്റ്റാർ സീഡ് പേര് പോലെ തന്നെ ഓറിയോണിൽ നിന്നും വന്നവർ. ഇവർക്ക് ശാസ്ത്രത്തോട് കൂടുതൽ താല്പര്യം ഉണ്ടാകും. പ്രത്യേകിച്ച് നക്ഷത്രങ്ങളെക്കുറിച്ചും സ്പേസിനെ കുറിച്ചുമൊക്കെ അറിയാൻ വളരെ താല്പര്യം ഇവർ കാണിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം പരീക്ഷണങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കുമാണ് അവർ സമയം കൂടുതലും ചെലവഴിക്കുക. ഭൂമിയിൽ നടന്നിട്ടുള്ള പല പരീക്ഷണങ്ങൾക്കും കണ്ടുപിടുത്തങ്ങൾക്കും ഓറിയോൺ സ്റ്റാർ സീഡിലുള്ളവരാണ് സഹായകമായിട്ടുള്ളത് എന്നാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത്. മറ്റുള്ള മനുഷ്യരിൽ നിന്നും ഉയരം വളരെ കുറവായിരിക്കും ഇവർക്ക്. മിൻഡാക്കൻ സ്റ്റാർ സീഡ് ഓറിയോൺ ബെൽറ്റിൽ തന്നെയുള്ള മിൻഡാക്ക എന്ന നക്ഷത്രത്തിൽ നിന്ന് വന്നവരാണ് ഇവർ എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഭൂമിയിലേക്ക് ആദ്യമായി വന്ന സ്റ്റാർ സീഡ് ഇവരാണ് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. പ്രകൃതിയോട് ഏറ്റവും ഇണങ്ങി ജീവിക്കുന്നവർ, ജന്തുജീവികളെ ഉപദ്രവിക്കുന്നതിൽ വളരെയധികം എതിർപ്പുള്ളവർ. അവർ മരങ്ങളോടും സസ്യങ്ങളോടുമെല്ലാം സംസാരിക്കുകയും തിരിച്ചും സംസാരിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു. പലപ്പോഴും നമ്മുടെ സുഹൃത്തുക്കളിൽ അങ്ങനെ ചിലരെ കാണാറുണ്ട്. ഇപ്പോൾ മഴ പെയ്യും എന്ന് പറയുമ്പോൾ മഴ പെയ്യും. കടപ്പുറത്ത് ചിലപ്പോൾ തിരകൾ അവരുടെ അടുത്തേക്ക് വളരെയധികം വരുന്നതായി നമുക്ക് തോന്നുകയും ചെയ്യും. യാദൃശ്ചികമെന്ന് നമ്മൾ പറയുന്ന ഇത്തരം വിഷയങ്ങൾ അവരുടെ കഴിവുകളായാണ് കണക്കാക്കപ്പെടുന്നത്. ലെമൂറിയൻ സ്റ്റാർ സീഡ്സ് അങ്ങനൊരു വാക്ക് ഇതിനു മുമ്പേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കാരണം നമ്മൾ തന്നെ അങ്ങനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ലെമൂറിയ, നഷ്ടഭൂഖണ്ഡമായ ലെമൂറിയ കാലങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു ഭൂഖണ്ഡമായിരുന്നു ലെമൂറിയ. അതിലുണ്ടായിരുന്ന മനുഷ്യർ മരണപ്പെട്ട് വീണ്ടും ഭൂമിയിൽ പുനർജനിച്ചവരാണ് ലെമൂറിയൻ സ്റ്റാർ സീഡ്സ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇവർക്ക് ചരിത്രത്തോട് വളരെയധികം താല്പര്യമുണ്ടാകും. അതാണ് അവരുടെ ഒരു പ്രത്യേകത. അതുമാത്രമല്ല, മനുഷ്യരുമായുള്ള ഗാഢമായ ബന്ധവും ആത്മീയതയോടുള്ള താല്പര്യവും ഇവരുടെ മറ്റൊരു പ്രത്യേകതയാണ്. ആത്മീയതയിലൂടെ പ്രപഞ്ചത്തെയും പ്രകൃതിയെയും അറിയാൻ ഇവർ വളരെയധികം താല്പര്യപ്പെടുന്നു. വെനൂഷ്യൻ സ്റ്റാർ സീഡ്സ് അതെ, നമ്മുടെ സൗരയൂഥത്തിലെ വീനസിനെ തന്നെയാണ് ഇവിടെ സ്റ്റാർ ആയി കണക്കാക്കുന്നത്. എന്നാൽ അത് നമ്മുടെ ഡയമെൻഷനിലല്ല.
മറ്റൊരു ഡയമെൻഷനിൽ നിന്നും ഇവിടെ ജനിച്ചവരാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇവരുടെ പ്രത്യേകതയായി കണക്കാക്കുന്നത് അവരുടെ പാഷനാണ്, അതിയായ താല്പര്യം. അത് നേടിയെടുക്കാൻ വേണ്ടി ഒരു ജീവിതം മുഴുവൻ അവർ കഷ്ടപ്പെടും എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. അതായത് നമ്മുടെ ജീവിതത്തിൽ തന്നെ, നമ്മുടെ സൗഹൃദത്തിൽ തന്നെ അങ്ങനെ പലരെയും നമുക്ക് കാണാൻ സാധിക്കും. ഈ ജീവിതം മുഴുവൻ കഷ്ടപ്പെട്ടാലും ശരി, എൻ്റെ പാഷൻ എനിക്ക് നേടിയെടുക്കണമെന്ന താല്പര്യത്തോടു കൂടി മുൻപോട്ട് പോകുന്നവർ. അത്തരത്തിലുള്ള ഒരു താല്പര്യമാണ് ഇവരുടെ പ്രത്യേകതയായി കണക്കാക്കുന്നത്. ലൈറൻ സ്റ്റാർ സീഡ്. ലൈറ എന്ന നക്ഷത്ര സമൂഹത്തിന്റെ ഭാഗമായിട്ടുള്ള വേഗയിൽ നിന്നും വന്നവർ. പുരാതനവും വിലപിടിപ്പുള്ളതുമായ ലോഹങ്ങളോടും കല്ലുകളോടും താല്പര്യമുള്ളവർ, സ്വാതന്ത്ര്യത്തോടുകൂടി സഞ്ചരിക്കാൻ താല്പര്യമുള്ളവർ, എന്തിനേയും അംഗീകരിക്കുന്നവർ. ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകതയായി കണക്കാക്കുന്നത് ഒരു വലിയ സംഭവം നടന്നാലും അത് തന്നെ ബാധിക്കുന്നതല്ല എന്ന ഭാവത്തോടു കൂടി മുന്നോട്ട് പോകുന്നവർ. എത്ര വലിയ കാര്യമാണെങ്കിലും ശരി, അതിനെ നിഷ്പ്രയാസം നേരിടുന്നവർ. ഡ്രക്കോണിയൻ സ്റ്റാർ സീഡ്. ഡ്രക്കോ നക്ഷത്ര സമൂഹത്തിൽ നിന്നും വന്ന റെപ്റ്റീലിയൻസ് ആയാണ് ഇവരെ കണക്കാക്കുന്നത്. ഓന്തിന്റെ സ്വഭാവം എന്നൊക്കെ നമ്മൾ പറയാറില്ല, ഏതാണ്ട് അതുപോലെ തന്നെ എന്ത് വലിയ സംഭവം നടന്നാലും ഇവരെങ്ങനെ പ്രതികരിക്കും, ഇവരെന്ത് പറയും, ഇവരെന്ത് ചെയ്യും എന്നൊന്നും ആർക്കും പ്രവചിക്കാൻ സാധിക്കില്ല. ഒരു കൂട്ടം ആളുകളോടൊപ്പം ഇവർ പോയാലും അവരിൽ പലരും ചതിക്കപ്പെടും എന്ന് വിശ്വസിക്കപ്പെടുന്നു. മരണാനന്തര ജീവിതത്തിൽ വളരെയധികം വിശ്വസിക്കുന്നവരാണ് ഇവരിൽ ബഹുഭൂരിപക്ഷവും. ആൽഫ സെന്റൂറിയൻ സ്റ്റാർ സീഡ്സ്. പേര് പോലെ തന്നെ ആൽഫ സെന്റൂറിയിൽ നിന്ന് വന്നവരായി കണക്കാക്കപ്പെടുന്നു. യുക്തിപരമായ ചിന്തയുള്ളവരും ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളവരും. ഇവരുടെ ഒരു പ്രത്യേകത, എത്ര വലിയ കൂട്ടമാണെങ്കിലും ശരി, അവരെ സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനത്തെത്തിക്കാൻ മരണം വരെ ശ്രമിക്കുന്നവർ. മറ്റുള്ളവരുടെ ആശയങ്ങളെ അംഗീകരിക്കാനുള്ള കഴിവും മറ്റുള്ളവരോട് ബഹുമാനത്തോടുകൂടി പെരുമാറാനുള്ളവരുടെ കഴിവും ഇവരുടെ പ്രത്യേകതയായി കണക്കാക്കുന്നു. ക്രിസ്റ്റൽ ഇൻഡിഗോ റെയിൻബോ ചിൽഡ്രൻ. സ്റ്റാർ സീഡ്സിൽ തന്നെ ന്യൂ ജനറേഷൻ ആയാണ് ഇവരെ കണക്കാക്കുന്നത്. 1970 ശേഷമാണ് ഇത്തരത്തിലുള്ള സ്റ്റാർ സീഡ്സ് ഭൂമിയിൽ കണ്ടു തുടങ്ങിയത് എന്ന് പറയപ്പെടുന്നു. എത്ര സങ്കീർണമായ വിഷയമായാലും ശരി, അതിനെ മനസ്സിലാക്കാനുള്ള കഴിവും അതിനെ മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കിക്കാനുള്ള കഴിവും ഇവർക്കുള്ളതായി പറയപ്പെടുന്നു. കലാപരമായും കായികപരമായും പ്രായത്തിൽ കവിഞ്ഞുള്ള കഴിവ് ഇവരുടെ പ്രത്യേകതയാണ്. ഇതോടുകൂടി സ്റ്റാർ സീഡ്സ് അവസാനിക്കുന്നൊന്നുമില്ല. ഭൂമിയിൽ ജനിച്ച അന്യഗ്രഹ ജീവികളുടെ സ്വഭാവങ്ങൾ ഇതിലും വ്യത്യസ്തമായി പലതരത്തിൽ വേർതിരിക്കപ്പെടുന്നുണ്ട്. ഇത്രയും കേട്ടപ്പോൾ തന്നെ പലരുടെയും മുഖം നിങ്ങളുടെ മനസ്സിൽ വന്നു കാണും. നിങ്ങളിൽ ചിലർക്കെങ്കിലും ഈ പറഞ്ഞ സ്റ്റാർ സീഡ്സുമായി സാമ്യം നിങ്ങൾക്ക് തോന്നിയിട്ടുമുണ്ടാകും. പലരും സ്റ്റാർ സീഡ്സിനെ സോഡിയാക് സൈൻ പോലെയും അല്ലെങ്കിൽ ഹിന്ദു മിത്തോളജിയിൽ പറയുന്ന നാളുകൾ പോലെയും ഒക്കെ കാണുന്നവരുണ്ട്. ഇതിൽ അന്ധമായി വിശ്വസിക്കുന്നവർ ലക്ഷങ്ങളാണ്. ഏതാണ്ട് ജാതകത്തിലൊക്കെ വിശ്വസിക്കുന്നത് പോലെ തന്നെ അവർ വിശ്വസിക്കുന്നു ഈ ഭൂമിയിൽ അവർ ജനിച്ചത് ചില ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് എന്നും ഇവിടെ നിന്നും മരണപ്പെട്ടാൽ അവർ വീണ്ടും പുനർജനിക്കുന്നത് അവരുടെ സ്വന്തം നക്ഷത്രത്തിലാണ് എന്നും. അത്തരം സാഹചര്യങ്ങളിൽ ഈ പറഞ്ഞ വിശദീകരണങ്ങൾക്ക് സ്വന്തം സ്വഭാവമായി ഒരു സാമ്യം തോന്നുകയും അതിൽ അന്ധമായി വിശ്വസിക്കുകയും ചെയ്താലും അവർ ആത്മഹത്യ തന്നെ ചെയ്യും, അല്ലേ? സ്റ്റാർ സീഡുകളെ കുറിച്ച് വായിച്ചു തുടങ്ങിയപ്പോൾ തന്നെ എനിക്കും ഏതോ ഒരു സ്റ്റാർ സീഡുമായി ചെറിയൊരു ബന്ധം തോന്നിയിരുന്നു. എൻ്റെ സ്വഭാവമായി സാമ്യം തോന്നുന്ന ഒരു സ്റ്റാർ സീഡുമായി. എനിക്ക് മാത്രമല്ല, നിങ്ങൾക്കും അത് തോന്നിക്കാണണം. അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റാർ സീഡ് ഏതാണ് എന്ന്, ഇനി അഥവാ നിങ്ങൾ ആ സ്റ്റാറിലേക്ക് തിരികെ പോകുന്നുണ്ട് എങ്കിൽ അതും ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സുൽത്താൻ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബുകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടി ഗംഭീരം. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. അതുവരെ